നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി കൃഷ്ണകുമാർ. ചോതി നക്ഷത്രം, 32 വയസ്സ്, 164 സെന്റിമീറ്റർ ഹൈറ്റ്, 78 kg വെയിറ്റ്. ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് ജർമ്മനിയിലാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജർമ്മനിയിൽ വർക്ക് ചെയ്യാണ്. അദ്ദേഹം അവിടെ MS പഠിക്കാനായിട്ട് പോയി. മാസ്റ്റേഴ്സ് ജർമ്മനി തന്നെ ചെയ്തു. ജർമ്മനി ചെയ്തതിന് ശേഷം അവിടെ തന്നെ ജോലി കിട്ടി. ഇപ്പോൾ ജർമ്മനിയിലാണ്. ഏതെങ്കിലും പെൺകുട്ടികൾക്കൊക്കെ ജർമ്മനിയോട്ടൊക്കെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ആലോചിക്കാവുന്ന ഒരു കേസാണ്. രാധാകൃഷ്ണ പണിക്കർ എന്നാണ് അച്ഛൻ്റെ പേര്. ഒരു ബ്രദറുണ്ട്. അമ്മ ഓമനക്കുട്ടി. ഇവരുടെ നാട് വന്നിട്ട് ആലപ്പുഴയാണ്. അപ്പൊ ഇദ്ദേഹം ജർമ്മനി തന്നെയാണ്. ഈ കുട്ടി അവിടെ സെറ്റിൽ ചെയ്യാനുള്ള പ്ലാൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ കൃഷ്ണകുമാറിനെ കുറിച്ച് ഞാൻ പറയാം. ചോതി നക്ഷത്രം, 32 വയസ്സ്, 164 സെന്റിമീറ്റർ ഹൈറ്റ്, 78 kg വെയിറ്റ്. ജർമ്മനിയിൽ പോയി മാസ്റ്റേഴ്സ് ചെയ്തു. മാസ്റ്റേഴ്സ് ചെയ്തതിന് ശേഷം അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് അവിടെ തന്നെ പ്രശസ്തമായ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. രാധാകൃഷ്ണ പണിക്കർ അച്ഛൻ, അമ്മ ഓമനക്കുട്ടി, ഒരു ബ്രദർ. ഇതാണ് ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ വള്ളുവനാട് മാട്രിമോണിയലായിട്ട് ബന്ധപ്പെടാം. അവരുടെ ഫർദർ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ എടുത്തു തരുന്നതാണ്. എല്ലാ വീഡിയോകളിലും പറയുന്ന 1-2 കാര്യങ്ങൾ രക്ഷിതാക്കളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. വിവാഹം നോക്കാൻ തുടങ്ങുന്നതിൻ്റെ മുന്നേ ആയിട്ട് ആർക്കാണോ വിവാഹം നോക്കണ എങ്കിൽ ആ കുട്ടിയുമായി രക്ഷിതാക്കളും സഹോദരൻ സഹോദരിമാരെ അവർ സംസാരിക്കുക. നന്നായിട്ട് സംസാരിക്കുക. നന്നായിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് പല അഭിപ്രായങ്ങളും പറയാനുണ്ടാവും. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, എന്താണ് ഇവർ പറയുന്നത് എന്നുള്ളത്. ചിലപ്പോൾ ക്വാളിഫിക്കേഷൻ ഇന്നത് വേണമെന്നുണ്ടാവും, ഹൈറ്റ് ഇന്നത് വേണമെന്നുണ്ടാവും, വെയിറ്റ് ഏകദേശം അവർ പറയും, സ്ഥലം അവർ പറയും. ചിലർക്ക് ഫോറിനിലോട്ടാവും താല്പര്യം, ചിലർക്ക് പാലക്കാട് മാത്രം മതി, ചിലർക്ക് എറണാകുളം മാത്രം മതി, ചിലർക്ക് കേരളം മാത്രം മതി. അങ്ങനെയൊക്കെ പറയുന്ന അനവധി കുട്ടികളെ എനിക്കറിയാം. അപ്പൊ അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ അച്ഛനമ്മമാർക്ക് മറ്റുള്ള രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. രണ്ടാമത്തെ കാര്യം, ദൈവവിശ്വാസികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ധർമ്മദൈവങ്ങൾ അല്ലെങ്കിൽ വെളുത്തങ്കാവ് നാഗങ്ങൾ എന്നൊക്കെ പറയുള്ളൂ, അവിടെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. അടുത്തത്, നല്ല ഒരു പ്രൊഫൈൽ ഉണ്ടാക്കലാണ് അടുത്ത പ്രധാനപ്പെട്ട ജോബ്. എന്താണ് ഈ നല്ല പ്രൊഫൈൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രൊഫൈൽ വായിക്കുന്ന സമയത്ത് രക്ഷിതാക്കൾക്ക് ഒരു സുഖം കിട്ടണം. അതിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ആവശ്യമില്ലാത്ത ഒരു കാര്യം എഴുതിയിട്ടില്ല. എന്താണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ജാതകത്തിനെയൊക്കെ കുറിച്ച് ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും എഴുതി പിടിപ്പിക്കുന്നുണ്ട്. ഇത്ര ദോഷം, അത്ര ദോഷം, 7 ചൊവ്വ, 8 ബുധൻ, ഇങ്ങനെയൊക്കെ പലതും എഴുതി വെക്കുന്നുണ്ട്. രാഹുദോഷം, കുജദോഷം. സുഹൃത്തുക്കളെ, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഇത് ഒന്നും അറിയാത്ത ആളുകളാണെങ്കിൽ ഇതൊക്കെ വായിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് പേടി തോന്നും. എന്തിന് ഞാൻ റിസ്ക് എടുക്കണം? എൻ്റെ മകനെ അല്ലെങ്കിൽ മകളെ കുജദോഷമൊക്കെ അണച്ചാൽ അത് ബുദ്ധിമുട്ടായി പോവും, അതെനിക്ക് അറിയില്ല. ആകെ ഒരു പേടിയായിരിക്കും ഇത് വായിക്കുമ്പോൾ. കാരണം അതിനെപ്പറ്റി അവർക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ അതൊക്കെ കഴിയുന്നത് ഒഴിവാക്കുക. അടുത്തത്, പ്രൊഫൈലിൽ എവിടെയാണോ പഠിച്ചിരിക്കുന്നത് എങ്കിൽ കൃത്യമായിട്ട് അത് എഴുതുക. ഇന്ന ദിക്കിലാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. പലരും എഴുതുന്ന കാണാം ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാത്രം, ചിലർ ബിടെക്കിന് മാത്രം എഴുതും. അപ്പൊ ഇതൊക്കെ കൃത്യമായിട്ട് എഴുതുക. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്
NSS എഞ്ചിനീയറിംഗ് കോളേജ്, അകത്തേത്തറ, പാലക്കാട്. ഇത് കൃത്യമായിട്ട് എഴുതുക. കാരണം അതിനൊക്കെ ഒരു വാല്യൂ ഉണ്ട്. IIT മദ്രാസ് എന്നാണെങ്കിൽ IIT മദ്രാസ് എഴുതുക. അതേപോലെ സാലറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത്യാവശ്യം ഭേദപ്പെട്ട സാലറി ഒക്കെ ആണെങ്കിൽ കൃത്യമായിട്ട് കാട്ടുക. സാലറി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കയ്യിൽ കിട്ടുന്ന എമൗണ്ട് അല്ല സാലറി, ടേക്ക് ഹോം സാലറി അല്ല സാലറി. കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഒരു വർഷം എത്ര രൂപ ചിലവാക്കുന്നോ അതാണ് നിങ്ങളുടെ സാലറി. അതിൽ PF ഉണ്ടാവാം, ഗ്രാറ്റുവിറ്റി ഉണ്ടാവാം, പല കാര്യങ്ങളുണ്ടാവാം, മെഡിക്കൽ എക്സ്പെൻസ് ഉണ്ടാവാം, ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടാവും, പല കാര്യങ്ങളും ഉണ്ടാവും. ഇതെല്ലാം കൂടി കൂടുന്ന ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാകാം, ചിലപ്പോൾ താമസ സൗകര്യം തരുന്നുണ്ടാവാം. അപ്പൊ ഇതിനൊക്കെ കമ്പനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പൈസ ചെലവാക്കുന്നുണ്ട്. ആ പൈസ എല്ലാം കൂടുന്ന സമയത്താണ് നിങ്ങളുടെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത്. അത് എല്ലാ രക്ഷിതാക്കളും മനസ്സിലാക്കിയിട്ട് അതുപോലെ എഴുതാൻ ശ്രമിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രൊഫൈലിൽ മസ്റ്റായിട്ട് കൃത്യമായിട്ട് കാട്ടുക. എവിടെയാണ് ലൊക്കേഷൻ, നിങ്ങളുടെ താമസ സ്ഥലം, അച്ഛൻ അമ്മ എവിടെയാണ് താമസിക്കുന്നത്, ജോലി എവിടെയാണ്, എല്ലാം കൃത്യമായിട്ട് ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം പ്രൊഫൈൽ എഴുതേണ്ടത്. അടുത്തത്, പ്രൊഫൈലൊക്കെ ഇഷ്ടപ്പെട്ടു, ഏതെങ്കിലും നല്ലൊരു മാട്രിമോണി സൈറ്റിൽ രജിസ്റ്റർ ചെയ്യലാണ് അടുത്ത പരിപാടി. കഴിയാവുന്നത് ഫ്രണ്ട്സുകളോടോ റിലേറ്റീവിനോടോ ഒക്കെ പറഞ്ഞ് വല്ല കേസുകളൊക്കെ ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കുക ഒരു മാസക്കാലം. അതിനുശേഷം ഒന്നും ശരിയാകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒന്നും കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. അത് ചെയ്യുന്ന സമയത്ത് അവരെ പറ്റി കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കുക. ഒരു 2 പേരെങ്കിലും അവരെ പറ്റി ഒരു നല്ല അഭിപ്രായം പറയുന്നുണ്ടോ എന്നും മനസ്സിലാക്കുക. അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ രജിസ്റ്റർ ചെയ്യുക. കൃത്യമായിട്ട് അന്വേഷിക്കുക എന്തൊക്കെയാണ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ. പലരും പറയും രജിസ്ട്രേഷൻ സമയത്ത് ഇത്ര രൂപ, കല്യാണം ശരിയായി കഴിഞ്ഞാൽ ഇത്ര രൂപ, ഇങ്ങനെയൊക്കെ പറയുന്ന അനവധി ആളുകളുണ്ട്. ഒറ്റപ്പാലത്തൊക്കെ പല കേസുകൾ ഞാൻ അറിഞ്ഞു വന്നിരിക്കുന്നത് 1 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ വാങ്ങിക്കുന്ന ആളുകളെയൊക്കെ കേൾക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കുക. കാരണം ഇന്നത്തെ കാലത്ത് കല്യാണം ശരിയാവുക എന്ന് പറയുന്നത് ഒരു വലിയ പണിയായി മാറിയിരിക്കുക. അപ്പൊ ആര് നിങ്ങളെ സഹായിക്കുന്നു, അവർ പറയണത് നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പ്രൊഫൈലുകൾ കിട്ടുന്നു. പ്രൊഫൈൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മക്കളുമായി സംസാരിച്ചിട്ട് ഇത് ഓക്കെ ആണോ എന്ന് ചോദിക്കുക. മക്കൾ ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോട്ടോ ആവശ്യപ്പെടുക, ഓറോസ്കോപ്പ് ആവശ്യപ്പെടുക. ഫോട്ടോ കണ്ടിട്ട് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവർക്ക് വിവരം കൊടുക്കുക. ഫോട്ടോ ഇഷ്ടപ്പെട്ടില്ല, കൃത്യമായിട്ടാണ് പറയാം, ഞങ്ങൾക്ക് മകൾക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ മകന് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് പറയൂ. അഥവാ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തത് ജാതകം നോക്കൽ. ജാതകം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമാണെങ്കിൽ ജാതകം നോക്കുക. ജാതകം നോക്കുന്നത് സ്ഥിരമായിട്ട് ഒരു പണിക്കരെ വെച്ച് മാത്രം നോക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് 2 ഫാമിലിക്കും ഓക്കെയാണ്, എല്ലാം ഇഷ്ടപ്പെട്ടു, ജാതകം മാത്രമാണ് അടുത്ത സ്റ്റേജ് എങ്കിൽ തീർച്ചയായിട്ടും 3, 4, 5 പണിക്കരടുത്തെങ്കിലും പോയിട്ട് നോക്കണം. ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ പറയുകയാണ് അത് വെച്ച് മുന്നോട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വെച്ച് മുന്നോട്ട് പോവുക. അപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു സംശയം ഉണ്ടാവും, അയ്യോ മറ്റേ ജ്യോത്സ്യൻ ഇങ്ങനെയുള്ളൂ പറഞ്ഞ്, ആ ജ്യോത്സ്യൻ ഇങ്ങനെയുള്ളൂ പറഞ്ഞ്. ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യങ്ങളല്ലാതെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അഭിപ്രായം എടുക്കുക. ആ ജ്യോത്സ്യൻ ഓക്കെ പറഞ്ഞാൽ അത് വെച്ച് മുന്നോട്ട് പോവുക. ഒരിക്കലും തെറ്റായ നടപടികൾ എടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് ജാതകം നോക്കണം, ഒരു ജ്യോത്സ്യൻ പറയുന്നു അത് വെച്ച് മുന്നോട്ട് പോകുമെന്ന്. മറ്റുള്ളവർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ. 10 ജ്യോത്സ്യരെടുത്ത് പോയാൽ 20 അഭിപ്രായം വരും. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഇത് കൊണ്ട് എത്തിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പറയുന്നത്. അപ്പോൾ ധർമ്മദൈവങ്ങളെയൊക്കെ നന്നായി പ്രാർത്ഥിച്ചിട്ട് അത് വെച്ച് മുന്നോട്ട് പോവുക. അതിനുശേഷം കുട്ടികളുടെ വാട്സാപ്പ് നമ്പർ വാങ്ങിച്ച് കുട്ടികൾ തമ്മിൽ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. അവർ ഒരു 15 ദിവസമെങ്കിലും നന്നായി സംസാരിച്ച് ഒരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യണം. ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പുറത്ത് വെച്ച് കാണണം. പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ മുന്നേ തീർച്ചയായിട്ടും
വീടിൽ നിന്ന് പുറത്ത് വെച്ച് കാണണം. അങ്ങനെ കാണുന്ന സമയത്ത് പല ഗുണങ്ങളും ഉണ്ട്. ഒന്ന്, അവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. വല്ലതും ഹൈഡ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. എന്ന് മാത്രമല്ല, ചില കുട്ടികൾ വളരെ ഓപ്പണായിട്ട് പറയും, നോക്കൂ, അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാൻ ഇപ്പോൾ കാണാൻ വന്നിരിക്കുന്നത്, അതുകൊണ്ട് നീ വേറെ നോക്കിക്കോളൂ, ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല. വീട്ടിലാണെങ്കിൽ അവർ പറയുമ്പോൾ എനിക്ക് ഓക്കെയാണ്, എല്ലാം ഓക്കെയാണ് പറയും. പക്ഷേ എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞാൽ മാക്സിമം ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ ഒരു മാസം പല രക്ഷിതാക്കളും വിചാരിക്കുക എന്താന്ന് പറഞ്ഞാൽ, രക്ഷിതാക്കൾ അറിഞ്ഞിട്ടാണ് പെണ്ണ് കാണാൻ വിളിക്കുക. രക്ഷിതാക്കൾക്ക് അറിയുന്നുണ്ടാവും ഈ കുട്ടിക്കൊരു ബന്ധമുണ്ട്, ചിലപ്പോൾ ആൺകുട്ടിക്കാവാം, ചിലപ്പോൾ പെൺകുട്ടിക്കാവാം. പക്ഷേ രക്ഷിതാക്കൾ വിചാരിക്കുന്നത് ഇത് കല്യാണം കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ളത്. ഒരിക്കലുമില്ല. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ തിരിച്ചാ സംഭവിക്കുക, നമ്മൾ ശരിയാവും. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. എല്ലാ കാര്യങ്ങളും നന്നായിട്ട് സംസാരിക്കണം. ജോലി, എഡ്യൂക്കേഷൻ, ലോണുകൾ വല്ലതും ഉണ്ടോ, മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ, എല്ലാ കാര്യങ്ങളും നല്ല തുറന്ന് വളരെ ട്രാൻസ്പെറൻറ്റ് വേ തന്നെ സംസാരിക്കണം. അങ്ങനെ സംസാരിച്ച് കഴിയുമ്പോൾ വിവാഹങ്ങളൊക്കെ വളരെ ടെൻഷൻ ഇല്ലാതെ നടക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒന്ന് ഉള്ളിൽ വെച്ചിട്ട് വേറൊന്ന് പുറത്തേക്ക് പറയരുത്. അപ്പോൾ ദാമ്പത്യ ജീവിതം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനും പാരൻസിൻ്റെ റിട്ടയർഡ് ലൈഫ് വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനും ഇത് ഉപകരിക്കും. എല്ലാവർക്കും മംഗളാശംസകൾ. നന്ദി, നമസ്കാരം. ജയശങ്കർ, വള്ളൂരാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം.